ഇത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഇമാമിനോട് അടുത്തിരുന്നു. സുമ്മ യുൻസിതു ലിൽ ഇമാം, പിന്നെ അവൻ എന്ത് ചെയ്യുന്നു? വളരെ ശ്രദ്ധിച്ച് ഇമാമിന്റെ ഖുതുബ അവൻ ശ്രദ്ധിച്ച് കേൾക്കുന്നു. അതും വേണം, ശ്രദ്ധിച്ച് കേൾക്കണം. ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു നിലക്കും ശ്രദ്ധ വേറെ എങ്ങോട്ടും ആയിത്തീരാൻ പാടില്ല. എത്രത്തോളം ഇദാ ഖുൽത ലിസാഹിബിക യൗമൽ ജുമുഅ, നീ നിന്റെ സഹോദരനോട് പറഞ്ഞാൽ, നിന്റെ കൂട്ടുകാരനോട് നീ പറഞ്ഞാൽ, ഇമാം ഖുതുബ നിർവഹിക്കുന്ന നേരത്ത് അയാൾ സംസാരിക്കുന്നത് കണ്ടപ്പോ നീ അയാളോട് അൻസിത്ത് മിണ്ടാതിരിക്കൂ എന്ന് പറഞ്ഞാൽ ഫഖദ് ലഗൗത, നീ അനാവശ്യം ചെയ്തു. പാടില്ലാത്ത കാര്യമാണ്. ഒരാൾ വർത്താനം പറയണെങ്കിൽ മിണ്ടാതിരിക്കുന്ന, അവിടെ ഖുതുബ നടക്കുന്ന കേട്ടില്ലേ, ജുമയുടെ ദിവസം മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞാലോ? പാടില്ല. ആംഗ്യം കാണിക്കുന്നുണ്ട്, ആംഗ്യം കാണിക്കേ ചെയ്യാൻ പറ്റുള്ളൂ. അത്ര പോലും ശ്രദ്ധ വിടാൻ പാടില്ല. കണ്ണും കാതും ഖൽബും ഖതീബിലേക്ക് കൊടുക്കേണ്ടുന്ന ദിവസമാണത്. അത്ര ശ്രദ്ധയോടുകൂടെ ഇരിക്കണം. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, മൻ മസ്സൽ ഹസാ ഫഖദ് ലഗാ വമൻ ലഗാ ഫലാ ജുമഅത ലഹു, ആരെങ്കിലും ചരൽക്കല്ല് തൊട്ട് കളിച്ചാൽ ഫഖദ് ലഗാ, അവൻ അനാവശ്യം ചെയ്തു. വമൻ ലഗാ, അനാവശ്യം ചെയ്താൽ ഫലാ ജുമഅത ലഹു, അവന് ജുമഅയില്ല, ഇതിന്റെ പൂർണ്ണ പ്രതിഫലമില്ല. എന്നാ പണ്ട് ചരൽക്കല്ലൊക്കെ വിരിച്ച വള്ളിയല്ലേ, ഇന്നത്തെ കാർപ്പറ്റ് ഉണ്ടോ, സംവിധാനം ഉണ്ടോ? അപ്പൊ അങ്ങനെ ഇരിക്കണീന്റെ ഇടയിൽ ഒരു കല്ലിട്ടി, ആ കല്ലിങ്ങനെ തിരിച്ചിങ്ങനെ അങ്ങോട്ടൊക്കെ ഇട്ട് കളിച്ചു. ഇന്നിപ്പോ ആളുകൾ എന്താ, ഖുതുബ നടക്കുമ്പോ മൊബൈലിൽ മെസ്സേജ് അയക്കുന്നു, മെസ്സേജ് വിടുന്നു, മെസ്സേജ് നോക്കുന്നു, വാട്സപ്പ് നോക്കുന്നു, ഫേസ്ബുക്ക് നോക്കുന്നു, അത് കളിക്കുന്നു, ഇങ്ങോട്ട് നോക്കുന്നു, ഇത് കുട്ടികൾ എടുത്ത് കളിക്കുന്നു. എന്താ കാര്യം? എന്താ പ്രയോജനം? ശ്രദ്ധ തിരിയുന്ന ഒരു പ്രവർത്തനവും പാടില്ല. സംസാരിക്കുന്നവനോട് അൻസിത്, മിണ്ടാതിരിക്കൂ എന്ന് പറഞ്ഞാൽ പോലും അത് പാടില്ലെന്നാണ് ഇസ്ലാം പറയുന്നത്. അത്ര മൗനം പാലിച്ചിട്ടിരിക്കേണ്ട സംഗതിയാണ്. എന്നിട്ട് വന്നിട്ട് അങ്ങനെ വർത്താനം പറയും, ഖുതുബന്റെ അഭിപ്രായം പറയും, മറ്റവന്റെ മുഖത്തൊക്കെ കമന്റ് പറയും. ഇതൊന്നും പാടില്ല. വളരെ ശ്രദ്ധയോടെ ഇരുന്ന് ശ്രവിക്കേണ്ടുന്നതാണ് ഖുതുബ. ഇതിപ്പോ നമ്മുടെയൊക്കെ നാടുകളിൽ കാണാൻ താഴത്ത് ഖുതുബ അങ്ങനെ നടക്കുന്നുണ്ടാവും, മേലെ വർത്താനം പറയുന്നുണ്ടാവും കുറെ ആളുകൾ. പിന്നെ ഇപ്പൊ കുറെ കാര്യം അവർക്കൊന്നും മനസ്സിലാകണില്ല, അപ്പൊ മേലെ വർത്താനം ഉണ്ടാവും. ഇനി ഉണ്ടെങ്കിലും എന്തായിരുന്നാലും വളരെ ശ്രദ്ധയോടുകൂടെ കേട്ടിരിക്കാനാണ് ഇസ്ലാം പറയുന്നത്. സംസാരിക്കാൻ പാടില്ല, മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോകാൻ പാടില്ല. ഇസ്ലാം വളരെ കൃത്യമായി തന്നെ നമ്മോട് പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ സഹോദരന്മാരെ, അങ്ങനെ ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരാൾ പാലിച്ചു കഴിഞ്ഞാൽ ഇല്ലാ ഗുഫിറ ലഹു മിനൽ ജുമഅത്തി ഇലൽ ജുമഅത്തിൽ ഉഖ്റാ, ഒരു ജുമഅയുടെയും അടുത്ത ജുമഅയുടെയും ഇടക്കുള്ള പാപങ്ങളെ, അതേ തന്റെ കഴിഞ്ഞ ജുമഅയുടെയും ഈ ജുമഅക്കും ഇടക്ക് വന്നിട്ടുള്ള ചെറുദോഷങ്ങളൊക്കെ അള്ളാഹു അവന് പുറത്തു കൊടുക്കും. വേറെ റിപ്പോർട്ടിൽ കാണാം, മാലം യഖ്ശൽ കബായിർ, വൻപാപങ്ങൾ ചെയ്യാത്തിടത്തോളം, വലിയ കുറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല, വൻപാപങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ചെറുദോഷങ്ങളൊക്കെ, ഒരാഴ്ചത്തെ ചെറുദോഷം ഒരു ജുമഅ കൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്? പരിഹരിക്കപ്പെടുകയാണ്. പക്ഷെ അതിന് ഈ നിയമങ്ങളൊക്കെ പാലിക്കണം. കുളിക്കുമ്പോഴാ ഉദ്ദേശം വേണം, നല്ല ശുദ്ധി പാലിക്കണം, ഭംഗിയാർന്ന രൂപത്തിൽ വസ്ത്രം ധരിച്ച് പള്ളിയിലേക്ക് പുറപ്പെട്ട് ചുമല് ചാടി കിടക്കാതെ, രണ്ടാളുകൾക്കിടയിൽ വേർപിരിക്കാതെ, അതുപോലെ തന്നെ നിസ്കാരം നിർവഹിച്ച് ഖതീബ് ഖുതുബ നിർവഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിലേക്ക് വളരെയേറെ ശ്രദ്ധിച്ച് മൗനം പാലിച്ച് അങ്ങനെയൊക്കെ നിയമങ്ങൾ പാലിച്ചാൽ അവന്റെ ഒരു ജുമഅയുടെയും അടുത്ത ജുമഅയുടെയും അഥവാ രണ്ട് ജുമഅകൾക്കിടയിലുള്ള ചെറുദോഷങ്ങൾക്ക് അത് പരിഹാരമാവാതിരിക്കില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്.